അപ്പോൾ ഇന്നൊന്ന് ചെറുങ്ങനെ ഒരുങ്ങിയാലോ? ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഫെയർ ആൻഡ് ലവ്ലിൻ്റെ സൺസ്ക്രീനാണ്. അപ്പോൾ ഞാൻ ലാക്മിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് വൈറ്റ് ഹെഡ്സ് എല്ലാം വരുന്നത് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരാഴ്ചൻ്റെ അടുത്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്തിട്ട് ശീലമുള്ള ആൾക്കാർ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പോൾ വിലയും അഫോർഡബിളാണ്. പിന്നെ ഞാൻ CC ക്രീമും ഒഴിവാക്കി, ഫൗണ്ടേഷനും ഒഴിവാക്കി, എല്ലാം ലൈറ്റ് വെയിറ്റ് ഉള്ളതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോൺസിൻ്റെ BB ക്രീമാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കവറേജ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ബ്ലാക്ക് മാർക്കെല്ലാം നന്നായിട്ട് കവർ ആവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിമാലയൻ്റെ കാജൽ, അത് മസ്റ്റാണ് കേട്ടോ. ഞാൻ എന്ത് ഒഴിവാക്കിയാലും കാജൽ സ്കിപ്പ് ചെയ്യില്ല. കാരണം ഞാൻ കാജൽ സ്കിപ്പ് ചെയ്തിട്ട് പുറത്ത് പോയാൽ ചോദിക്കും എല്ലാവരും എന്താ കരഞ്ഞ്, എന്താ വിഷമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ഒഴിവാക്കിയാലും കാജൽ ഒഴിവാക്കില്ല. പിന്നെ ഇത് വന്നിട്ട് ഒരു ഐബ്രോ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ഷെയ്ഡല്ല, ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐബ്രോ ഫില്ല് ചെയ്യുന്നു കേട്ടോ. ഐബ്രോ ഫില്ല് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പോലെ എൻ്റെ ഐബ്രോസിന് അത്ര ഒരു ഡാർക്ക്നെസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഐബ്രോ എന്നും ഫില്ല് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, നോമ്പ് പ്രമാണിച്ചിട്ട് ഐബ്രോസ് ഒന്നും ചെയ്തില്ല കേട്ടോ. അതാണ് ഒരു ഷേപ്പൊന്നും ഇല്ലാതെ കിടക്കുന്നത്. അപ്പോൾ നോക്കണം അടുത്ത്. പിന്നെ ഐബ്രോസ് എല്ലാം ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം. അപ്പോൾ കുറച്ച് ദിവസമായി. എന്തിനാണ് സ്ട്രൈറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എൻ്റെ ആദ്യത്തെ ഫ്രിഡ്ജി ഹെയർ ഭയങ്കര ലെങ്തെല്ലാം ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കാജലിൻ്റെ മുകളിൽ ഐലൈനർ ഇടുന്നുണ്ട്, നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാജൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഐലൈനർ ഇടുവാണെങ്കിൽ നന്നായിട്ടുള്ളൊരു ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ അതും ഇടുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാജലും ഐലൈനറൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ലിപ് ഗ്ലോസ്സാണ് ഇടുന്നത് കേട്ടോ. ഇത് ലൈറ്റായിട്ടൊരു ടിൻറ്റ് ഉണ്ട്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഉണ്ട്. ഇത് മാത്രം മതി എന്നുള്ളവർ അത് മാത്രം ഇട്ടിട്ട് പോകും. പിന്നെ ഞാനിപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ഒന്ന് മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോണിന് അത്ര ചേരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹെയറെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത്, പിന്നെ ഹെയർ സ്ട്രൈറ്റ് ആക്കിയതുകൊണ്ട് ഇതൊരു ഉപകാരമുണ്ട്. കാരണം തല വാരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് മുകളിൽ ഇങ്ങനെ കെട്ടിയാൽ മതി. എനിക്ക് ഏറ്റവും കംഫർട്ടബിളാണ് പോന്നി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ സ്ട്രൈറ്റ് ചെയ്തത്. പിന്നെ കുറച്ചുള്ള ഹെയർ ഞാൻ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബാങ്ക്സ് എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ സ്വന്തം കലാവിരുതാണ്. ഇത് എന്താ പറയുക, കുറേ ഫ്ലോറൈഡ് എൻ്റെ ഭയങ്കര വീതിയായിട്ടുള്ളത് കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടി മേക്കപ്പ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.